നല്ല സോഫ്റ്റ് ആയിക്കുണ്ട് സംഭവം. എന്താ സാധനം എന്നാ സുഹൃത്തുക്കളെ, തുറമാങ്ങ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഇട്ടെന്ന്. തുറമാങ്ങ അതിനെപ്പറ്റി അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, നമ്മളെ വീട്ടിലെ മാങ്ങ തന്നെയാണ്. ഈ വലിപ്പം മൊത്തം പൊട്ടിക്കീറി പോവുക. പൊട്ടിക്കീറിയിട്ട് ഉള്ളിലൊക്കെ ഒരു കറുത്ത കളറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ. അപ്പോൾ 7 വർഷം മുമ്പ് നട്ട മരാട്ടത്. സ്വന്തമായി നട്ടുണ്ടാക്കി മാങ്ങ പറിക്കാനേ എന്താവും സാർ. അപ്പം മിക്ക വീടുകളിലും മാങ്ങ ഉണ്ടാവും. അവർക്കൊന്നും ഈ ഒരു തുറമാങ്ങ ഉണ്ടാക്കൽ അറിയില്ല. കടകളിൽ 4 മാങ്ങക്ക് 100 രൂപ കൊടുക്കണം, 70, 80 ഒക്കെ കൊടുക്കണം ചില സ്ഥലത്ത്, 4-5 മാങ്ങക്കൊക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ആണ്. അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കി. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഈ മാങ്ങ നിലത്തേക്ക് വീഴാൻ പാടില്ല. ചതവ് കൊടുങ്ങാത്ത നല്ല മാങ്ങ ഒക്കെ എടുത്തിട്ട് നിലം തട്ടാതെ കുറച്ചെടുത്തതിന് ശേഷം നല്ല 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അത് വേവിക്കണം. ഒന്ന് ചെറിയ രീതിയിൽ, നല്ല വെന്ത് വേണ്ട, ഒരു മീഡിയം വേവിച്ചതിന് ശേഷം നമ്മൾ അതെടുത്ത് മുറിച്ചിട്ടാണ് മസാലയൊക്കെ തേക്കുക. ഇതിപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് മുറിക്കാം കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഇത് 2 പീസായി പോകാതെ ഇങ്ങനെ മുറിച്ചെടുക്കണം. 2 പീസായി വേറെ തിരിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ നമുക്കത് അതേമാതിരി തന്നെ അടച്ചു വെച്ചിട്ട് വേണം ഇത് കുപ്പിയിലാക്കി വെക്കാൻ. പീസാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഉപ്പ് മാത്രം തേച്ച് ഒരു ദിവസം വെയിലത്ത് ഇട്ടതിന് ശേഷം മസാല തേച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പം തന്നെ മസാല ഫസ്റ്റ് തന്നെ തേച്ച് നമുക്ക് ഉണക്കിയെടുക്കുക. അങ്ങനെയും ചെയ്യാം. 2 കോലത്തിനും ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുറിയാൻ പാടില്ല കേട്ടോ. ഇത്ര മുറിയാൻ പാടില്ല. ഇങ്ങനെ പൂടി നിൽക്കണത്, ഇങ്ങനെ അടഞ്ഞു നിൽക്കണം. നമ്മൾ ഇത് എടുത്തേക്കുമ്പോഴേ ഞാനിപ്പോൾ ഇവിടെ മസാല തേച്ചിട്ട് ഡയറക്റ്റ് ഉണക്കുക കേട്ടോ. കാരണം അതിൻ്റെ ബാക്കിൽ അധികം ടൈം നടക്കാനില്ലാത്തതുകൊണ്ടേ. അപ്പോൾ കുറച്ച് കുരുമുളക്, കുറച്ച് കടുക് കുറച്ച് കൂടുതൽ എടുക്കുക. കുരുമുളകും ഉലുവ ജീരകമൊക്കെ ഇട്ട് നല്ല ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഉപ്പ് കുറച്ച് നന്നായി ചേർത്ത്, മുളകും പൊടിയൊക്കെ ചേർത്ത്, കുറച്ച് പിന്നെ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം മസാല. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തുറന്ന് പിടിച്ച് ഫുള്ള് മസാല അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പ്രസ്സാക്കി നിറച്ച് വെക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഉണക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പൂത്ത് പോകും. കാരണം ഡയറക്റ്റ് മസാലയും ഉപ്പും ഫസ്റ്റ് തന്നെ തേക്കണോണ്ട് പൂത്ത് പോകും. നല്ല ഉണക്കണം, ശ്രദ്ധ വിടാതെ ഒരു 3-4 ദിവസം ഉണക്കി എടുക്കണം. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ലൈക്കും ഷെയറൊക്കെ അടിക്കാൻ മറക്കണ്ട. അത് വെയിൽ കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നത്. നല്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഉള്ളിൽ മസാലയും വെള്ളം മൊത്തം ഡ്രൈ ആകുന്ന രീതിയിൽ നല്ല ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തുറമാങ്ങ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇതാ കുപ്പിയിലാക്കി വെച്ചാട്ടോ. അപ്പോൾ അതിൽ ഒന്നെടുക്കാം. നമുക്ക് ഒന്നെടുത്തിട്ട് നമുക്ക് കഞ്ഞിക്ക് ഒന്ന് കൂട്ടി വെക്കാം. കഞ്ഞി കൂട്ടി കഴിക്കുമ്പോൾ ഇതാ, ഇതൊരു 3 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇത് ഫുള്ളായിട്ടുണ്ട്. അത്രയും മാങ്ങയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സംഭവം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടും. ഇതൊരിക്കലും പൂക്ക കാര്യങ്ങളോ ഇല്ല. നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല സെറ്റ് ആയതാണ്. പിന്നെ കൂട്ടാൻ എന്തൊക്കെ അറിയോ? ഈ തുറമാങ്ങ കഴിക്കണത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ തുറമാങ്ങക്ക് മൈസൂർ വായൻ്റെ കൂമ്പും ചെറുപയറും കൂടി ഇട്ട് നല്ല കൂട്ടാൻ. അപ്പോൾ കടയിൽ പോയാൽ കിട്ടാത്ത സാധനങ്ങളാണ്. ചെറുപയറും കഞ്ഞി അപ്പോൾ ഉണക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായി. 5-6 ദിവസം വെയിലൊക്കെ കൊണ്ട് സെറ്റായ സാധനം. അതിന് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഇന്ന് പോയപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലോണം നെരിഞ്ഞ് ഉണങ്ങി ഇങ്ങോട്ട് ചുക്കാകാൻ പാടില്ല. 3-4 വെയിലൊണ്ടിച്ച് എടുത്തേക്കാം. എൻ്റെ പേടി എന്താ പറയുക, കഞ്ഞി ഇത് മതിയാവില്ല തീരുമ്പോത്തിന്. ബാക്കി നാളെയും കഴിക്കാം. ഒരു മാങ്ങ ഒരു ദിവസത്തിനും നല്ലത് ചെയ്യാം. അപ്പം ഞാനത് കഴിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.